മമ്മൂട്ടി, നമ്മുടെ സ്വന്തം മമ്മൂക്ക. അങ്ങനെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബസൂക്ക നമ്മുടെ മുന്നിലെത്തും. ബസൂക്കയുടെ പ്രീ റിലീസ് ട്രെയിലർ എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? എന്ത് രസമായിട്ടാണ് അദ്ദേഹം ഓരോ സീനിലും ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ പ്രായത്തിലും പുള്ളി തരുന്ന ഒരു വൈബുണ്ട്. അതാണ് നമ്മളെ തിയേറ്ററിൽ എത്തിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും ഇങ്ങേര് തളരില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു പ്രീ റിലീസ് ട്രെയിലറാണ് ഇപ്പോൾ ബസൂക്കയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു പ്രൊമോഷന്റെ അഭാവത്തിൽ അല്പം ഭയമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ പ്രീ റിലീസ് ട്രെയിലർ വന്നതോടുകൂടി പടം വേറെ ലെവലാവാനുള്ള സാധ്യത കൂടുകയാണ്. നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ ശത്രുക്കളെ കാണുകയാണെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന ഡയറക്ഷൻ ശരിയാണ്. ആ ഡയലോഗ് പ്രസന്റേഷൻ ഇങ്ങേര് വേറെ ലെവലാണ്. എന്തായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബസൂക്ക എന്ന സിനിമ തിയേറ്ററിൽ എത്താനായിട്ട്. ഏറെക്കാലമായി കാത്തിരുന്ന മാമാങ്കം നാളെ കാലത്ത് 9 മണിക്ക് തിയേറ്ററിൽ എത്തുമ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഒരൊറ്റ ഉത്തരത്തിനായാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഉത്തരം തന്നെ മമ്മൂക്ക ബസൂക്കയിലൂടെ നമുക്ക് തരുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് പുതുമ വേണോ എങ്കിൽ അതിന് മമ്മൂട്ടി തന്നെ വേണം. 2020 ശേഷമുള്ള ഒരു മമ്മൂട്ടി യുഗം. ഭീഷ്മയും റോഷാക്കും, നൻപകൽ നേരത്ത്, മയക്കവും, ഭ്രമയുഗവും, കാതലും, കണ്ണൂർ സ്ക്വാഡും. മമ്മൂക്ക തൻ്റെ പ്രയാണം വീണ്ടും തുടരുകയാണ്. ഇതുവരെ മലയാള സിനിമ പരീക്ഷിച്ചിട്ടില്ലാത്ത മൈൻഡ് ഗെയിം ത്രില്ലർ മൂവിയിലൂടെയാണ് ഇത്തവണ മമ്മൂക്ക ബസൂക്കയിലൂടെ നമുക്ക് മുന്നിലെത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോ യൂട്യൂബിൽ വളരെയധികം വൈറലാണ്. താലിബൻ കണ്ട് തിയേറ്റർ പൊളിഞ്ഞു വീഴുമെന്ന് ആരോ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഡയലോഗ് പോലത്തെ ഡയലോഗ് ഒന്നുമല്ല കേട്ടോ ഇത്. ഈ വീഡിയോ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരു ടെക്നീഷ്യൻ്റെതാണ്. പുള്ളി എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ട്രെയിലറും ടീസറും ഒക്കെ വെറും സാമ്പിൾ. ഇനി വരാൻ പോകുന്നതാണ് മക്കളെ വെടിക്കെട്ട്. ആ വെടിക്കെട്ടിന് നാളെ 9 മണിക്ക് അങ്ങോട്ട് തിരികൊളുത്തും. പിന്നെ നെന്മാറ പൂരത്തിന് നമ്മൾ കാണുന്ന വെടിക്കെട്ട് പോലത്തെ വെടിക്കെട്ട് കണ്ടുകൊണ്ടായിരിക്കും പടം അവസാനിക്കുക എന്നാണ് പുള്ളി പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, അതിൻ്റെ ക്ലൈമാക്സ് തന്നെ. ക്ലൈമാക്സിൽ ഓരോ പ്രേക്ഷകനും തിയേറ്ററിൽ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് കൈയടിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. വിക്രത്തിന്റെ ഐ മൂവിയിലെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെയാണ് പുള്ളി പറയുന്നത്. ടീസറും ട്രെയിലറും ഒക്കെ വെറും സാമ്പിൾ. യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് അതുക്കും മേലെയാണ്. ഭയങ്കര പരിപാടിയാണ് ഡിനോ ഡെന്നിസ് എന്തായാലും മമ്മൂട്ടിയെ കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പുള്ളി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ കണ്ട ശേഷം നമുക്ക് മടങ്ങി വരാം. ട്രെയിലറിന് വേണ്ടി ഇറക്കിയേക്കണല്ലേ, ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര പരിപാടികളാണ്. ഇതൊന്നും അല്ല, ഈ കണ്ടതൊന്നും അല്ല. ഇതൊക്കെ മേളിലാണ്, വൻ പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതൊക്കെ ആക്ച്വലി ഡൂപ്പിനെ വെച്ച് ചെയ്യിപ്പിക്കാം. അതൊക്കെ പുള്ളി തന്നെ ചെയ്തു. രാത്രി 2 മണിക്കാണ് ചെയ്തേക്കണം. പടം കാര്യം ഭയങ്കര വലുതാണ്. കാരണം ലാസ്റ്റ് ഒരു ഗെറ്റപ്പിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിൽ. അതാണ് പടത്തിൻ്റെ എല്ലാവരും ഞെട്ടാൻ പോകണം. അത് ഇതുവരെ ഒരു സാധനം റിവീൽ ചെയ്തിട്ടില്ല. അപ്പുറത്തെ ഫൈറ്റ് ചെയ്ത അടുത്ത ബസൂക്ക 2 വരും. അപ്പോഴാണ് ഞെട്ടി. ഇതേ ആൾക്കാർ തന്നെ പറയും പുള്ളി ഒന്നും ചെയ്യുന്ന രീതിയിലുള്ള എൻട്രിയാണ്. അത് ഇതിൻ്റെ പ്രീവിയസ് ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇത് എന്തായിരുന്നു എന്നുള്ളത് എനിക്കെല്ലാം അറിയാൻ പറ്റും. നമ്മൾ ഗിയറൊക്കെ ഇടാൻ കഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് എന്തൊക്കെ ടെക്നിക്കലി അകത്ത് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കൂളായിട്ട് വന്നു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ആർക്കാ ഓടിക്കാൻ പറ്റുക? നമ്മൾ അടുത്തുകൂടി പോകുമ്പോൾ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുന്നതാണ്. ഏത് ഗെയിമായിരുന്നു കളിച്ചത്? ഫ്രൂട്ട്സ് ഇങ്ങനെ വീഴുമ്പോൾ വെട്ടിക്കളില്ല, അങ്ങനത്തെ കളിയൊക്കെ കളിക്കാറുണ്ട്. അങ്ങനൊന്നുമില്ല, ഭയങ്കര സീരിയസ് മനുഷ്യനാണ്. അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട ഭയങ്കര കാര്യം. നമുക്ക് എത്രത്തോളം സ്റ്റൈലിഷാണ് അതുപോലെയാണ് ടോട്ടൽ പടത്തിന്റെ സെറ്റും. എൻട്രി എങ്ങനെയായിരിക്കും ശരിക്കും? നമ്മളെ എന്താ പറയാ, എഴുന്നേറ്റ് കൈയടിക്കും ഓരോ പ്രേക്ഷകനും? ഒരു എൻട്രി ഒന്നും അല്ല, അതല്ലേ പ്രശ്നം. ഒരു എൻട്രി ആണെങ്കിൽ നമുക്ക് അതിൽ മാത്രം കൈയടിച്ച അവസാനം. ഇത് ഇടക്കിടക്ക് കൈയടിക്കേണ്ടി വരും. പല രീതിയിലുള്ള എൻട്രിയാണ് അത്. അപ്പൊ കേട്ടല്ലോ, ഇതൊക്കെയാണ് മമ്മൂട്ടിയുടെ ബസൂക്കയെ കുറിച്ച് അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഷിജു എന്ന ടെക്നീഷ്യന് പറയാനുള്ളത്. പുള്ളി പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലായ കാര്യം, സംഭവം സീൻ ബൈ സീന് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലാണ് ഡിനോ ഡെന്നിസ് സിനിമ നമുക്ക് ഒരുക്കി വെച്ച് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നാളെ തിയേറ്ററിൽ പോയി സിനിമ കണ്ട് അഭിപ്രായം പറയുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.